മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 3-ാം വാക്യം. 4 പേർ ഒരു തളർവാദ രോഗിയെ എടുത്തുകൊണ്ടുവന്നു. ജനക്കൂട്ടം നിമിത്തം അവൻ്റെ അടുത്തെത്താൻ അവർക്ക് കഴിഞ്ഞില്ല. യേശുവിൻ്റെ പക്കലേക്ക് എത്താൻ കഴിയാത്ത വിധത്തിൽ ജീവിതം തളർന്നുപോയ ഒരു മനുഷ്യൻ. കട്ടിലും അവൻ്റെ മുറിയും അവൻ്റെ ലോകം, അങ്ങനെ ഒരു അവസ്ഥയിൽ നിന്ന് അവനെ പുറലോകത്തേക്ക് 4 പേർ ചേർന്ന് കൊണ്ടുവരികയാണ്. അവൻ്റെ ജീവിതത്തിൻ്റെ അസ്തമയം അവിടെ കൊണ്ട് തീരാവുന്നതാണ്. മുകളിലേക്ക് നോക്കിയാൽ അവൻ്റെ മുറിയും അവൻ്റെ ചുമരുകളും മാത്രമായി അവൻ്റെ ലോകത്തെ അവസാനിപ്പിച്ചിടുന്ന വർണ്ണങ്ങളുള്ള മറ്റൊരു ലോകത്തിലേക്ക് 4 പേർ കൈകോർത്തപ്പോൾ അവൻ്റെ ജീവിതം വർണ്ണാഭമായി മാറുകയാണ്. സ്നേഹമുള്ളവരെ, ഈ നോമ്പിൻ്റെ കാലയളവിൽ കൈകോർത്താൽ അനേകരുടെ ഇരുണ്ട ജീവിതം ഒരുപക്ഷെ വെളിച്ചമുള്ളതായി മാറുമെന്ന് സുവിശേഷം അടിവരയിട്ട് പറയുകയാണ്. തളർവാദം കാരണം കട്ടിലും അതിൻ്റെ അവസ്ഥകളും അവന് ഓമന വിഷയമായി മാറിയെങ്കിൽ, ക്രിസ്തു ഇനി മുതൽ അവൻ്റെ ജീവിതത്തിൻ്റെ ഓമന വിഷയമായി, ഇഷ്ടപ്പെട്ട വിഷയമായി മാറാൻ പോവുകയാണ്. അവനെ എടുത്തുകൊണ്ട് ക്രിസ്തുവിൻ്റെ പക്കലേക്ക് കൊണ്ടുവരിക. എത്ര വലിയ ത്യാഗമാണ് ആ മനുഷ്യരെടുത്തത്. മുകളിൽ കൊണ്ടുവന്ന് കൂര മാറ്റി അവനിലേക്ക് ഇറക്കുന്നു. ഇവൻ എഴുന്നേറ്റ് നടക്കണമെന്നും ഇവൻ സന്തോഷവാനായിരിക്കണമെന്നും ഇവൻ്റെ ജീവിതത്തിൽ വ്യത്യാസം ഉണ്ടാകണമെന്നും ഈ 4 പേർ ആഗ്രഹിക്കുകയാണ്. സുവിശേഷത്തിൽ വല്ലാതെ ഇടം പിടിച്ച ഈ 4 പേരെ പോലെ നിൻ്റെ ജീവിതവും യേശുവിൻ്റെ സുവിശേഷ പുസ്തകത്തിൽ ഇടം പിടിക്കണ്ടേ? മറ്റുള്ളവരുടെ ജീവിതത്തിൽ വെട്ടം വീഴാൻ ആഗ്രഹിച്ച നിൻ്റെ ജീവിതവും ജീവൻ്റെ പുസ്തകത്തിൽ എഴുതി ചേർക്കപ്പെടുമെന്നതിൻ്റെ തീർച്ച ഈ വചനം തരുന്നുണ്ട് എന്ന് മക്കളെ മറന്നു പോകരുത്. ആമേൻ.